കാറ്റലൈസ് ചെയ്യുന്നത് ഈ സൈറ്റോക്രോം സി ഓക്സിഡേസ് ആണ്. ഡിസ്ക് ആണെങ്കിൽ നമ്മൾ നേരെ ഡിസ്ക് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഈ ഫിൽട്ടർ പേപ്പറിൽ നമ്മൾ ഈ റിയേജന്റ് പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഈ എൻട്രോ ബാക്ടീരിയയിൽ വരുന്ന ഫാമിലി വരുന്ന എല്ലാവരും ഓക്സിഡേസ് നെഗറ്റീവ് ആണ്. അതുപോലെ തന്നെ ഏത് എൻസൈമിനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കാം. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ഏജസ് ഇന്റർനാഷണൽ അക്കാദമി. എല്ലാവരുടെയും സ്വപ്നമാണല്ലേ ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സ്വപ്നം മാത്രമല്ല, നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി നമ്മളൊരു സ്വപ്നം കാണുക മാത്രമല്ല, ആ സ്വപ്നത്തിന് വേണ്ടി നമ്മൾ മാക്സിമം പരിശ്രമിക്കണം അല്ലേ. അപ്പോൾ ചിലപ്പോൾ ആദ്യം ആയിട്ട് എഴുതുന്നവരായിരിക്കാം PSC, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വട്ടം എഴുതിയവരായിരിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് എപ്പോഴും എക്സാം നമ്മളൊരു ഫസ്റ്റ് ടൈം എഴുതുമ്പോൾ തന്നെ നമുക്ക് കിട്ടണമെന്നില്ല അല്ലേ. അപ്പോൾ അത് ഓരോരുത്തരും ഓരോ ഡിഫറെൻറ്റ് കാലിബർ ഉള്ളവരാണ്. അപ്പോൾ നമ്മുടെ മാക്സിമം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഏത് എക്സാം ആയിക്കോട്ടെ, എത്ര തവണ എഴുതിയ എക്സാം ആയിക്കോട്ടെ, അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ നമ്മൾ നമ്മുടെ മാക്സിമം കൊടുക്കുക. നമ്മൾ ഒരു നല്ല ഗവൺമെന്റ് ജോലി എന്നുള്ള ആഗ്രഹം മാത്രമല്ല, ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം പരിശ്രമിക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അല്ലേ, ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെക്കേണ്ടതായിട്ട് വരും. പക്ഷെ അതൊന്നും കണക്കിലെടുക്കേണ്ട. ആ ഒരു സ്ട്രഗ്ലിംഗ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്കൊരു ഗവൺമെന്റ് ജോലി കിട്ടുന്ന ആ ഒരു ദിവസം മാത്രം ആലോചിക്കുക. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഫുൾ ലൈഫ് കളർഫുൾ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കൂടെ എജസ് അക്കാദമി ഉണ്ട്. അപ്പോൾ നിങ്ങൾ എളുപ്പത്തിൽ പഠിക്കാനായിട്ട് ഒരുപാട് സ്റ്റഡി ട്രിക്സും ന്യൂമോണിക്സും അതുപോലെ ടേബിൾസും ഒക്കെ അടങ്ങി നമ്മളൊരു കുഞ്ഞു ഷോർട്ട് വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണുക. അതുപോലെ നമ്മൾ യൂട്യൂബ് Q&A സെക്ഷൻസും നമ്മൾ വീക്കിലി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതെല്ലാം കാണണം. അതുപോലെ തന്നെ സിലബസ് കവർ ചെയ്യുന്നതോടൊപ്പം തന്നെ റിവിഷൻ ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്കത് എപ്പോഴും ഓർമ്മ നിൽക്കണം അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് Q&A സെക്ഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ എക്സാമിന് പഠിക്കുന്നതിനപ്പുറം നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ മോഡൽ നമ്മൾ മാക്സിമം നമുക്കൊരു അറിഞ്ഞിരിക്കണം. ഓക്കെ, കാരണം നമ്മൾ നമുക്ക് 100 ക്വസ്റ്റ്യൻ കറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഒരു മിനിറ്റ് പോലും ഇല്ല അല്ലേ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ, ആ ഒരു മോഡൽ എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞിരുന്നത്. അതിനുവേണ്ടി നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരുപാട് Q&A സെക്ഷൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആക്റ്റീവായിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓക്സിഡേസ് ടെസ്റ്റ് ആണ്. എല്ലാവർക്കും വളരെ ഫെമിലിയർ ആണ് ഓക്സിഡേസ് ടെസ്റ്റ്. അപ്പോൾ ഓക്സിഡേസ് ടെസ്റ്റിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾ ഒരുപാട് വലിയ പാരഗ്രാഫുകളോ അങ്ങനെ ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ്, ഓക്സിഡേസ് ടെസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സാമിന് മുന്നേ ചോദിച്ചിട്ടുള്ള ഭാഗത്തു നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം എന്താണ് ഓക്സിഡേസ് ടെസ്റ്റ്. ഫസ്റ്റ് ഡെഫിനിഷൻ നോക്കാം. ഓക്സിഡേസ് ടെസ്റ്റ് ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് സൈറ്റോക്രോം സി ഓക്സിഡേസ് എൻസൈം ഇൻ ബാക്ടീരിയ. ഓക്കെ, അപ്പൊ ബാക്ടീരിയയിലുള്ള എന്താ നോക്കുന്നേ. അപ്പൊ ഡെഫിനേഷൻ ശ്രദ്ധിക്കുക. ഓക്സിഡേസ് ടെസ്റ്റ് ഡിറ്റക്ട് എന്തിനെ ഡിറ്റക്ട് ചെയ്യുന്നു, എന്തിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യുന്നത്, സൈറ്റോക്രോം സി ഓക്സിഡേസ് എൻസൈം. എന്താണ് സൈറ്റോക്രോം സി ഓക്സിഡേസ് എൻസൈം ഇൻ ബാക്ടീരിയ. ഓക്കെ, സൈറ്റോക്രോം സി ഓക്സിഡേസ് അതിന്റെ പ്രസൻസിനെ ഡിറ്റക്ട് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഓക്സിഡേസ് ടെസ്റ്റിന്റെ പ്രിൻസിപ്പിൾ നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡെഫിനിഷൻ കണ്ടു, ഇനി പ്രിൻസിപ്പിൾ നോക്കാൻ പോവാം. അപ്പോൾ നമ്മൾ ഈ സൈറ്റോക്രോം സി ഓക്സിഡേസിന്റെ പ്രസൻസ് ആണല്ലോ ഡിറ്റക്ട് ചെയ്യുന്നത്. അതെന്താ ചെയ്യണം നോക്കാം. അത് ഈ ഓക്സിജനിലോട്ടുള്ള ഇലക്ട്രോൺ ട്രാൻസ്ഫറിനെ കാറ്റലൈസ് ചെയ്യുന്നത് ഈ സൈറ്റോക്രോം സി ഓക്സിഡേസ് ആണ്. ഓക്കെ, എന്താ ചെയ്യുന്നത്, സൈറ്റോക്രോം സി ഓക്സിഡേസ് കാറ്റലൈസ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ടു എങ്ങോട്ടാ, ഓക്സിജൻ. ഓക്കെ, റിയേജന്റ് നമുക്ക് നോക്കാം. ടെട്രാമീഥൈൽ പി ഫിനൈലിൻ ഡയമീൻ ആണ്. ഫിനൈലിൻ ഡയമീൻ ഡൈഹൈഡ്രോ ക്ലോറൈഡ്, അതാണ് റിയേജന്റ് വരുന്നത്. ഒന്ന് നോക്കാം. ടെട്രാമീഥൈൽ പി ഫിനൈലിൻ ഡയമീൻ ഡൈഹൈഡ്രോ ക്ലോറൈഡ് ആണ് റിയേജന്റ്. ഇത് ഓക്സിഡൈസ് ചെയ്യും. ഈസ് ഓക്സിഡൈസ്ഡ് ഡീപ് പർപ്പിൾ അല്ലെങ്കിൽ ഒരു ബ്ലൂ കളർ ആയിരിക്കും ഉണ്ടായിരിക്കാം. ഒരു കുഞ്ഞ് ഡിസ്ക് ആണല്ലോ ഓക്സിഡൈസ് ഡിസ്ക്, ഒരു കുഞ്ഞു ഡിസ്ക് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ലൂപ്പ് വെച്ചിങ്ങനെ ഓർഗാൻസ കൾച്ചർ റബ് ചെയ്യുമ്പോൾ വിത്തിൻ ഒരു 2 സെക്കൻഡ്സിനുള്ളിൽ തന്നെ ഈ പർപ്പിൾ അല്ലെങ്കിൽ ബ്ലൂ കളർ വരും അല്ലേ. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഈ റിയേജന്റ് ഒന്ന് നോക്കി വെക്കുക. ടെട്രാമീഥൈൽ ഫിനൈലിൻ ഡയമീൻ ഡൈഹൈഡ്രോ ക്ലോറൈഡ് ആണ്. അപ്പൊ ഓക്സിഡേസ് ടെസ്റ്റ് എന്തിനാ ഡിറ്റക്ട് ചെയ്യുന്നത്, സൈറ്റോക്രോം സി ഓക്സിഡേസ് എൻസൈം ഇൻ ബാക്ടീരിയയിലുള്ള ആ ഒരു എൻസൈമിനെ ഡിറ്റക്ട് ചെയ്യുന്നത്. അതെന്താ ചെയ്യുന്നത്, അത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ, ഓക്സിജനിലോട്ടുള്ള ഇലക്ട്രോൺ ട്രാൻസ്ഫറിനെ കാറ്റലൈസ് ചെയ്യുന്നത് ഈ എൻസൈം ആണ്. ഓക്കെ, ദെൻ റിയേജന്റ് നമ്മൾ പറഞ്ഞു 1% ടെട്രാമീഥൈൽ ഫിനൈലിൻ ഡയമീൻ ഡൈഹൈഡ്രോ ക്ലോറൈഡ് ആണ് റിയേജന്റ് വരിക. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യുക. 1% ആണ്. എന്താണ്, ടെട്രാമീഥൈൽ ഫിനൈലിൻ ഡയമീൻ ഡൈഹൈഡ്രോ ക്ലോറൈഡ്. ഓക്കെ, അപ്പൊ റിയേജന്റ് ഓക്കെ ആണല്ലോ. അപ്പൊ ഡെഫിനിഷൻ പഠിച്ചു,
പ്രിൻസിപ്പിൾ പഠിച്ചു, നമ്മൾ അതിലുള്ള റിയേജന്റും പഠിച്ചു. ഓക്കെ, ദെൻ ഇനി പ്രൊസീജിയർ നോക്കാം. സ്പോട്ട് ടെസ്റ്റ് ആണ് അല്ലേ. അപ്പൊ നമ്മൾ പ്ലേസ് ദ റിയേജന്റ് ഓൺ ഫിൽട്ടർ പേപ്പർ. അപ്പൊ നമ്മളെ ഡിസ്ക് അതാണ്. അപ്പൊ നമ്മൾ ആ റിയേജന്റ് ആ ഫിൽട്ടർ പേപ്പറിൽ നമ്മൾ ഡയറക്റ്റ് ഉള്ള പ്രൊസീജിയർ ആണ് സ്പോട്ട് ടെസ്റ്റിൽ. ഇനി സ്മിയർ ഫ്രഷ് ബാക്ടീരിയൽ കോളനി. ഡിസ്ക് ആണെങ്കിൽ നമ്മൾ നേരെ ഡിസ്ക് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഈ ഫിൽട്ടർ പേപ്പറിൽ നമ്മൾ ഈ റിയേജന്റ് പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഡിസ്ക് ഒക്കെ അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ സ്മിയർ എ ഫ്രഷ് ബാക്ടീരിയൽ കോളനി. അപ്പൊ നമ്മൾ ആ ബാക്ടീരിയൽ കോളനി സ്മിയർ ആക്കുന്നു. ഒബ്സർവ് ദ കളർ ചേഞ്ച് വിത്തിൻ 10 to 30 seconds. ഒരു 10 to 30 seconds നമ്മൾ റബ് ചെയ്യുന്ന ഉടനെ തന്നെ നമുക്ക് ആ ഒരു കളർ ചേഞ്ച് കാണാനായിട്ട് പറ്റും. ഇപ്പൊ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള ആ ഒരു ഡിസ്ക് അവൈലബിൾ ആണ്. അപ്പൊ ആ ഡിസ്കിൽ ഈ റിയേജന്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ ഫിൽട്ടർ പേപ്പറിൽ റിയേജന്റ് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അതിന് മേലെ നമ്മൾ റബ് ചെയ്യുന്നു, ഉടനെ തന്നെ നമുക്ക് കളർ ചേഞ്ച് വരുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഓക്സിഡൈസ് ടെസ്റ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ ഓക്സിഡൈസ് ഡിസ്ക് വരുന്നത്. നമ്മൾ നേരെ ബാക്ടീരിയ കൾച്ചർ ഫ്രഷ് കൾച്ചർ എടുക്കുന്നു. അപ്പോൾ ഇവിടെ റബ് ചെയ്യുന്നു. അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ എന്താ വരിക, നമുക്കൊരു ഡീപ്പ് പർപ്പിൾ കളർ വരും. ഒരു 10 സെക്കൻഡ്സിനുള്ളിൽ തന്നെ. നെഗറ്റീവ് ആണെങ്കിൽ പ്രത്യേകിച്ച് കളർ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഇന്റർപ്രിട്ടേഷൻ നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് എന്തായിരിക്കും, പർപ്പിൾ അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ ആയിരിക്കും വിത്തിൻ ഒരു 10 to 30 സെക്കൻഡ്സിനുള്ളിൽ തന്നെ. നെഗറ്റീവ് ആണെങ്കിൽ കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. നമ്മളൊരു 30 മിനിറ്റിന് ശേഷം ഒക്കെ കളർ അതിന് ചിലപ്പോൾ കുറെ ലേറ്റ് ആകുമ്പോൾ കളർ ഉണ്ടാവും, പക്ഷെ അത് നമ്മൾ എടുക്കില്ല. നമുക്ക് പെട്ടെന്ന് ഒരു 10 സെക്കൻഡിനുള്ളിൽ കളർ കിട്ടുന്നത് മാത്രമാണ് പോസിറ്റീവ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഓക്സിഡൈസ് പോസിറ്റീവ് ആയതും ഓക്സിഡൈസ് നെഗറ്റീവ് ആയിട്ടുള്ള ഓർഗാൻസ് നോക്കാം. ഈ എൻട്രോ ബാക്ടീരിയയിൽ വരുന്ന ഫാമിലി വരുന്ന എല്ലാവരും ഓക്സിഡൈസ് നെഗറ്റീവ് ആണ്. അതൊന്നും ആലോചിച്ച് വെക്കുക. എൻട്രോ ബാക്ടീരിയസ് വരുന്ന എല്ലാവരും ഓക്സിഡൈസ് നെഗറ്റീവ് ആണ്. ഇനി ഓക്സിഡൈസ് പോസിറ്റീവ്, സ്ട്രിക്റ്റ് ഓക്സിഡൈസ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗാൻസ് ആണ് സ്യൂഡോമോണാസ്. ഓക്കെ, സ്യൂഡോമോണാസ് പെട്ടെന്ന് ഓക്സിഡൈസ് പോസിറ്റീവിന് പെട്ടെന്ന് നമ്മൾ എപ്പോഴും എക്സാമ്പിൾ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവുക സ്യൂഡോമോണാസ് എയറോജിനോസ ആണ്. അതുപോലെ തന്നെ നീസീരിയ, വിബ്രിയോ, കാമ്പേലോബാക്ടർ ജെജുനി, ഹെലിക്കോബാക്ടർ പൈലോറി, എയറോമോണാസ്, പാസ്ട്രല്ല സ്പീഷീസ്, മൊറാക്സിയല കാറ്റാലിസ് ഒക്കെ ഓക്സിഡൈസ് പോസിറ്റീവ് ആണ്. അതിൽ സ്യൂഡോമോണാസ്, നീസീരിയ ഒക്കെയാണ് എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് കണ്ടാണ് ഓക്സിഡൈസിന്. ഓക്കെ, ബാക്കി വിബ്രിയോ ഒക്കെ ഒന്ന് നോക്കി വെക്കാം. കാമ്പലോബാക്ടറും ഹെലിക്കോബാക്ടറും എയറോമോണാസ് ഒക്കെ ഒന്ന് നോക്കി വെക്കാം. ഇനി ഓക്സിഡൈസ് നെഗറ്റീവ്, അപ്പൊ എൻട്രോബാക്ടീരിയസിൽ വരുന്ന എല്ലാവരും ഓക്സിഡൈസ് നെഗറ്റീവ് ആണ്. അപ്പൊ അതിൽ വരുന്ന എല്ലാവരും നമുക്ക് ഇതിൽ ഉൾക്കൊള്ളിക്കാം അല്ലെ. അപ്പൊ ഇക്കോള ഉണ്ട്, എസ്ട്രീഷ്യ കോള ഉണ്ട്, ക്ലെപ്സിയല ഉണ്ട്, സാൽമോണല്ല, ഷിഗല്ല, പ്രോട്ടിയസ്, എൻട്രോബാക്ടർ സ്പീഷീസ്, സെറേഷ്യ, സിട്രോബാക്ടർ എല്ലാം തന്നെ ഓക്സിഡൈസ് നെഗറ്റീവ് ആണ്. അപ്പോൾ കുറച്ച് എക്സാമ്പിൾ, ഇപ്പൊ എൻട്രോബാക്ടീരിയസ് എന്ന് പറയുമ്പോൾ ആ ഫാമിലിയുള്ള എല്ലാവരും ഇതിൽ ഉൾക്കൊള്ളിക്കാം. ഓക്സിഡൈസ് പോസിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസും ഓക്സിഡൈസ് നെഗറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസിനും എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കി വെക്കുക. അപ്പൊ ചിലപ്പോൾ എക്സാമിന് ഇപ്പോൾ ഇതിലെ ഓക്സിഡൈസ് നെഗറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസം ഏതാണ്, അല്ലെങ്കിൽ ഓക്സിഡൈസ് നെഗറ്റീവ് അല്ലാത്തത്. അപ്പൊ ചിലപ്പോൾ ഒരു 3 എൻട്രോബാക്ടീരിയസിന്റെ എക്സാമ്പിളും ഒരെണ്ണം വിബ്രിയോ കോളറേന്റെ ഉണ്ടാവുമായിരിക്കും എക്സാമ്പിൾ ഉണ്ടാവും. അപ്പോൾ ഓക്സിഡൈസ് പോസിറ്റീവ് ആയത് ഇതിൽ ഏതാണെന്ന് ചോദിക്കാൻ, അല്ലെങ്കിൽ ഇതെല്ലാം കൊടുത്തതിൽ ഓക്സിഡൈസ് പോസിറ്റീവ് അല്ലാത്തത് അല്ലെങ്കിൽ ഓക്സിഡൈസ് പോസിറ്റീവ് ആയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ആ ഒരു 4 ഓപ്ഷൻ ഉണ്ടാവും അല്ലെ. നമുക്ക് എക്സാമിന് 4 ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ ബാക്കി 3 നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ, എന്നാലല്ലേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതൊന്ന് റീക്യാപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്സിഡൈസ് ടെസ്റ്റ് എങ്ങനെ ഡിറ്റക്ട് ചെയ്യുന്നത്, സൈറ്റോക്രോം സി ഓക്സിഡൈസ് എൻസൈം ഇൻ ബാക്ടീരിയ അല്ലെ. ആ സൈറ്റോക്രോം സി ഓക്സിഡൈസ് നമ്മൾ പറഞ്ഞു. ഇലക്ട്രോൺ ട്രാൻസ്ഫർ ടു ഓക്സിജനെ കാറ്റലൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. സ്യൂഡോമോണാസ് ആണ് ഓക്സിഡൈസ് പോസിറ്റീവ്. അതിന് അതുപോലെ നീസീരിയ, വിബ്രിയോ, കാമ്പലോബാക്ടർ ജെജുനി, ഹെലിക്കോബാക്ടർ പൈലോറി ഒക്കെ ഉണ്ട്. പിന്നെ എൻട്രോബാക്ടീരിയസ് എന്തായിരുന്നു, ഓക്സിഡൈസ് നെഗറ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതിൽ വരുന്ന എല്ലാവരും സാൽമോണല്ല, ഷിഗല്ല, ഇക്കോളെ, ക്ലെപ്സിയല്ല, സെറേഷ്യ ഒക്കെ എന്താണ് ഓക്സിഡൈസ് നെഗറ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഓക്സിഡൈസ് ടെസ്റ്റ്. ബയോകെമിക്കൽ ടെസ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പൊ അതെങ്ങനെയാണ് അല്ലെ, നമ്മളൊരു ഓക്സിഡൈസ് ഡിസ്ക് ആണ് അല്ലെ. റിയേജന്റ് ഏതായിരുന്നു, ടെട്രാമീഥൈൽ പാരാ ഫിനൈൽ ഡയമീൻ ഡൈഹൈഡ്രോ ക്ലോറൈഡ് ആണ്. അപ്പൊ ആ റിയേജന്റ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ സൈറ്റോക്രോം സി ഓക്സിഡൈസ് എൻസൈമിനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്, അതൊന്ന് ഓർത്തിരിക്കുക. സിമ്പിൾ ടെസ്റ്റ് ആണ് അല്ലെ, ജസ്റ്റ്. അപ്പോൾ ഇതിൽ ഓർത്തിരിക്കേണ്ടത് ഓക്സിഡൈസ് ഡിസ്കിൽ ആ റിയേജന്റ് ഏതാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഏത് എൻസൈമിനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഓക്സിഡൈസ് ടെസ്റ്റ് ആ കളർ പർപ്പിൾ കളറാണ്, 10 സെക്കൻഡ്സിനുള്ളിൽ ആ ടൈമും ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഓക്സിഡൈസ് ടെസ്റ്റ് പോസിറ്റീവ് ആയതും
നെഗറ്റീവ് ആയത്. അപ്പോൾ ഒരു അഞ്ച് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഇതിൽ ഓർത്തിരിക്കാനുള്ളൂ. ആ റിയേജന്റ് ഏതാണ്, ഏത് എൻസൈമിനാണ് ഡിറ്റക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏത് കളറാണ്, എത്ര ടൈമിനുള്ളിലാണ് കളർ വരുന്നത്, അതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസിന്റെ എക്സാമ്പിളും നെഗറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസിന്റെ എക്സാമ്പിളും ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതുപോലുള്ള കുഞ്ഞു ടോപ്പിക്സും കുഞ്ഞു ടേബിൾസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ആയിട്ട് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്